ചേട്ടന് ശരിക്കും ഗിരീഷ് ചേട്ടനെയും ചേട്ടനാക്കൊണ്ടു ഗിരീഷ് പുത്തഞ്ചേരി ശരിക്കും എത്രയോ കഴിവുള്ളതും നമ്മൾ മലയാളികൾ അംഗീകരിച്ച് ഗിരീഷ് ചേട്ടന്റെ വാക്കുകളും പാട്ടൊക്കെ കേട്ട ആരാ ഗിരീഷൊക്കെ ഓർമ്മയിൽ ഒത്തിരി നമുക്ക് ഓർമ്മകൾ തരുന്നത്. അതല്ല എനിക്ക് നിമിത്തം വാങ്ങാൻ പറ്റിയല്ലോ. അശോകന്റെ വരവ് പെരുവഴിയമ്പലത്ത് അശോകേട്ടൻ വരുന്നത്, പുത്രനിലൂടെ ബിജു മേനോൻ, പിന്നെ റഹ്മാൻ കൂടെവിടെയിലൂടെ. അപ്പൊ ഇതൊക്കെ എനിക്ക് എന്നാ പറയുന്നത്, എന്നൊക്കെ ഒരു നിമിത്തമാകാൻ ദൈവം എന്നെ സഹായിച്ചല്ല. എന്റെ കഴിവല്ല, അവരുടെ കഴിവുകൊണ്ട് വന്നതാണല്ലോ, അല്ലാതെ എനിക്കല്ല. പക്ഷെ ദൈവം അതിനൊരു നിമിത്തം അച്ചായനായെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ബിജുവിനെ പറ്റി പറഞ്ഞപ്പം പെട്ടെന്നൊരു ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചത് മറ്റൊന്നുമല്ല, ഭർത്താവിനെ പറ്റിയാണ്. എൻ്റെ ഏട്ടനെ പറ്റി. എൻ്റെ ഏട്ടൻ. അതായത് ഞാൻ ദില്ലിമാല രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പടം, എൻ്റെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, അതിൻ്റെ ഷൂട്ട് ഊട്ടി നടക്കുക. അപ്പോൾ അതിലൊരു കഥാപാത്രം ബിജു ചെയ്യണം. ഇപ്പോൾ രാജസേനാണ് സംവിധായകൻ. സേനൻ പറഞ്ഞു നമുക്ക് അധികമൊന്നും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിജുവിനെ കിട്ടുമോ? ബിജു ഒക്കെ ഇപ്പോൾ വളരെ തിരക്കല്ലേ, പിന്നെ കറിയാച്ചനല്ലേ ബിജുവിനെ കൊണ്ടുവന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ ഈ ചെറിയ വേഷത്തിന് വിളിച്ചാൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരൊക്കെ ബിസിയായിപ്പോയി, സിനിമയാണ്, നമ്മളങ്ങനെ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാമെന്നു. ഞാൻ ഊട്ടിയിൽ നിന്ന് വിളിക്കുമ്പം ബിജു ഷാജിയുടെ പടത്തിൻ്റെ സെറ്റിലാണ് ഇവിടെ, ഏതോ ഒരു പടം. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിലാണ്, എനിക്ക് വിട്ടുപോരാൻ ഒക്കുമോ? ഞാൻ പറഞ്ഞു ഷാജിയോട് ചോദിക്കുക, അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്നെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഓർമ്മയിലുള്ള ഒരു കാര്യം, ഷാജിയുടെ വാക്കുകൾ ബിജു പറഞ്ഞതാണ്. ഷാജി പറഞ്ഞത്, എൻ്റെ ഷൂട്ട് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് തരാം, പക്ഷേ ബിജുവിന് ആദ്യം അവസരം തന്ന ആ മനുഷ്യൻ വിളിച്ചപ്പോൾ പോകണം. ഞാൻ ഷാജിയെ ചിന്താമണി കൊലക്കേസിൻ്റെ ഷൂട്ടിങ് എന്നപ്പോഴും ഞാനത് പറഞ്ഞു. ഷാജി വലിയൊരു ഇതാണ് ആ മനസ്സ്. പിള്ളേരും ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണോ അവരും ഈ സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയി മാറിയത്? അവർ കോട്ടയത്ത് പഠിച്ചത് പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്കൂളിൽ, മിസസ് റോയിഡ്. എൻ്റെ 3 മക്കളും ബോബി, സഞ്ജയ്, തങ്കം, ഇവർ 3 പേരും അവിടെ പഠിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ നാടകം, സ്കിറ്റൊക്കെ ഉണ്ട്. ഇവരൊക്കെ എഴുതും, ഇവരെ കൊണ്ട് എഴുതിക്കും. ചെറുകഥകളൊക്കെ എഴുതാൻ, ചെറുകഥകൾ എഴുതാനൊക്കെ ഇവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ എഴുതും, പിന്നെ ധാരാളം വായിക്കും. അതിന് കൂടുതലും പ്രചോദനം എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഒരു കോളേജ് ടീച്ചറാണ്, കൂടുതൽ വായിക്കാൻ കൊടുക്കുക. എനിക്ക് ആ വിവരങ്ങളൊക്കെ കുറവാണല്ലോ. ഞാൻ കുറേ മലയാളം നോവലൊക്കെ വായിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. പുള്ളിക്കാരത്തി അതല്ല, എല്ലാം പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യത്തിലാണെങ്കിലും അവരുടെ ഈ വക വളർച്ചയിലൊക്കെ ധാരാളം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെ, യാതൊരു സംശയമില്ല. അവര് ഭാവിയിൽ ഇന്ന ആൾക്കാരാവണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മൂത്ത മകൻ ബോബി ഡോക്ടറാണ്, MD ഇൻ ജനറൽ മെഡിസിൻ, ഫിസിഷ്യനാണ് ഒരു ഹോസ്പിറ്റലിൽ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യും, അതിൻ്റെ കൂടെ എഴുത്തും നടക്കും. സഞ്ജയ് കുറേ കാലം കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു, MA MBEഡും കഴിഞ്ഞിട്ട് ഗസ്റ്റ് ലെക്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവന് താല്പര്യക്കുറവായിരുന്നു, ഒരു അധ്യാപന പ്രക്രിയയോട് വലിയ താല്പര്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് സിനിമ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ കമലിൻ്റെ കൂടെ വിട്ട് 2-3 പടം വർക്ക് ചെയ്തു. കമൽ തന്നെ അന്നേരം എന്നോട് വിളിച്ച് പറഞ്ഞു, ഇവർക്ക് എഴുതാൻ നല്ല ഫ്ലെയറുള്ള പിള്ളേരാണ്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കമലൊക്കെ അവരുടെ ഗുരുവാണ്. എൻ്റെ മോള് അവൾ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു. എൻ്റെ വീട് അപ്പം അത് പാടിയിട്ടുണ്ട്, യേശുദാസുമായിട്ട് പാടും, നന്നായിട്ട് നല്ല അസലായിട്ട് പാടും. അപ്പോൾ ഇതേപോലെ ബേസ് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല. മോള് പഠിച്ചതാ, പാട്ട് പഠിച്ചതാ. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പം ഒരു 24 വയസ്സൊക്കെ ആയപ്പോൾ കല്യാണമൊക്കെ കഴിച്ചപ്പോൾ സിംഗപ്പൂരിലാണ്. 2 മക്കളുമായി. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. ബോബിക്ക് 2, സഞ്ജുവിന് 2, തങ്കത്തിന് 2, 6 പെൺകുട്ടികൾ. നല്ലതാ. അയ്യോ ഇഷ്ടം, പെൺമക്കളുണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് 3 ആമക്കളാട്ടോ. ഇങ്ങനെ ഒന്നും എടുത്തു പറയരുത്, ഞാൻ മേടിച്ചു. പക്ഷെ എന്നാലും ശ്രമം നിർത്തണ്ട. അയ്യോ ഞാൻ പറയുന്നത് ഒരു പെണ്ണുള്ളതുണ്ടല്ലോ എപ്പോഴും. എനിക്ക് 3 പെൺമക്കളാ കേറി വരാൻ പോകുന്നത്, അറിയാവോ? വരുമല്ലോ. ഞാനിപ്പോ ഇല്ലാത്തതിനെ പറ്റി പറയല്ല. പെൺമക്കളുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന അച്ഛനമ്മമാരുടെ സുഖം അതൊന്നും വേറെ. എനിക്ക് വരുന്ന ആമക്കളോട് ഇഷ്ടക്കുറവൊന്നും ആയിരുന്നില്ല, പക്ഷേ ആമക്കളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ബോബിയും സഞ്ജയനെ കണ്ടാൽ ഞാൻ പറഞ്ഞേക്കും, ഉള്ളിൽ ഇതായിരുന്നു. അവർ പറയുമല്ലോ തങ്കത്തിനോട്, അവർ പറയുമല്ലോ തങ്കത്തിനോടാണല്ലോ ഏറ്റവും ഇഷ്ടം. ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ കുജുമ്പും കുന്നായ്മ ഒന്നും ഏക്കുക അതൊന്നുമില്ല, അതൊന്നും ഒരു പ്രശ്നം. അവർ പറയുമല്ലോ, ഇങ്ങോട്ട് പറയും. അല്ല